തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ പൈതൃക സ്മാരകമായ വില്ലുസ്മൃതി കാടുകയറി നശിക്കുകയാണ്. തിരുവില്ലാമല സെന്ററിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്തൂപം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിരുവില്ലാമലയുടെ ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന തിരുവില്ലാമല ടൗണിലെ വില്ലുസ്മൃതി എന്ന സ്മാരകം അറ്റകുറ്റപ്പണികളില്ലാതെയും കാടുപിടിച്ചു നശിക്കുകയാണ്. നാടിന്റെ സാംസ്കാരിക തനിമയും ചരിത്രവും അടുത്തറിയാനെത്തുന്നവർക്ക് വഴികാട്ടിയാകേണ്ട ഈ സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. തിരുവില്ലാമലയുടെ ചരിത്രത്തോട് ഇഴുകിച്ചേർന്ന വിവിധ ഘടകങ്ങളാണ് വില്ലുസ്മൃതിയിൽ മനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നത്. പഞ്ചവാദ്യ കലയെ ഇന്നത്തെ താളക്രമത്തിലേക്ക് എത്തിച്ച ചരിത്രപുരുഷനായ വെങ്കിച്ചൻ സ്വാമി, നാടിന്റെ തനതു പാരമ്പര്യമായ കൈത്തറി വ്യവസായം, ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞ വില്വാദ്രിനാഥ ക്ഷേത്രം, പ്രശസ്തമായ ഐവർമഠം പിതൃതർപ്പണ ചടങ്ങുകളിലെ സവിശേഷതയായ ബലിക്കാക്ക, ഇവയെല്ലാം ഈ ശില്പത്തിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഇത്രയധികം സാംസ്കാരിക പ്രാധാന്യമുള്ള ഈ ചരിത്ര സ്മാരകമാണ് ഇപ്പോൾ വേണ്ടത്ര സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുന്നത്. പ്രദേശത്തിന്റെ മുഖശ്രീയായ ഈ പൈതൃക സ്മാരകം അടിയന്തരമായി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തുണ്ട്. തിരുവില്ലാമലയുടെ പെരുമ വിളിച്ചോതുന്ന ഇത്തരം ചരിത്ര അടയാളങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകനായ രാംകുമാർ നമ്പ്യാർ ആവശ്യപ്പെടുന്നത്. എൻ്റെ പേര് രാംകുമാർ. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ 2005 മുതൽ 2010 വരെയുള്ള ഭരണസമിതിയിൽ അംഗമായി ഇരുന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലാണ് തിരുവില്ലാമലയിലെ ടൗണിലുള്ള ഈ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നത്. അവിടെ ആ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് തിരുവില്ലാമല ഒറ്റനോട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വില്ലുസ്മൃതി അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ സ്ഥാപിച്ചതിൽ തിരുവില്ലാമലയിലെ ക്ഷേത്രം, വെങ്കിച്ചൻ സ്വാമി, അതുപോലെ തന്നെ കുത്താമ്പള്ളി കൈത്തറി എന്നിവ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വരുന്ന വ്യക്തികൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടായത്. അത് ഉണ്ടാവുന്നതിന് മുമ്പ് കുറെ തർക്കങ്ങൾ നിലനിന്നിരുന്നു വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്തൂപം അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിനെ മാറ്റാനായിട്ട് കുറച്ച് ഇതുണ്ടായി. അവസാനം കോൺഗ്രസ് കൂടെ അതിന് താല്പര്യം എടുത്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ആ സ്തൂപം അവിടുന്ന് മാറ്റി അവിടെ സ്ഥാപിക്കുകയുണ്ടായത്. ഇപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ആ സ്ഥിതി കാണുമ്പോൾ ഞാനൊരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിലും അത് വേദനകൾ തോന്നാറുണ്ട്. കാട് മൂടി കെട്ടി കിടന്നുകൊണ്ട് പല മരങ്ങളും വളർന്ന് ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അത് സംരക്ഷിക്കപ്പെടാതെ നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണ്. അത് അങ്ങേയറ്റം വേദനാജനകമാണ്. അതിന് വലിയ കൂടുതൽ മുതൽ മുടക്കുകളൊന്നും ആവശ്യമില്ല. അവിടെ കാടുകളും മറ്റു കാര്യങ്ങളും വെട്ടിത്തെളിച്ച് വരുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ, അമ്പലത്തിൽ ഈ കർക്കിടക മാസമായിട്ട് നിരവധി ഭക്തജനങ്ങൾ വരുമ്പോൾ ആ ഭക്തജനങ്ങൾ കൂടെ കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലത്താണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് വൃത്തിയാക്കി ഭംഗിയാക്കി സംരക്ഷിച്ചാൽ പലർക്കും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. തിരുവില്ലാമല പലതുകൊണ്ടും സമ്പുഷ്ടമായ സ്ഥലമാണ്. ക്ഷേത്ര നഗരങ്ങളായാലും നഗരത്തിന്റെ പേരിലായാലും മറ്റുള്ള കലാ കായിക സാഹിത്യ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പഞ്ചായത്താണ് തിരുവില്ലാമല. ആ തിരുവില്ലാമല ഈ തരത്തിൽ അവഗണിക്കുന്നതിൽ അങ്ങേയറ്റം മനോവിഷമമുണ്ട്. അത് സംരക്ഷിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവസാന സമയത്താണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അന്ന് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നത് ഉമാശങ്കറാണ്. അദ്ദേഹത്തിന്റെ ശ്രമകപരമായി നമ്മുടെ അന്നത്തെ റവന്യൂ മന്ത്രി ആയിരുന്ന രാജേന്ദ്രനാണ് ഇതിന്റെ ഉദ്ഘാടനവും എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശില്പിയെയും നമ്മൾ ഈ സമയത്ത് ഒന്ന് അഭിനന്ദിക്കുകയാണ്.